സാഭിമാനം സാഹിത്യനഗരം. സാഹിത്യനഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച കോഴിക്കോടിന്റെ സാഹിത്യം, സംഗീതം, നാടകം എന്നീ മേഖലകളിലെ പെരുമയെക്കുറിച്ചായിരുന്നല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കോഴിക്കോടിനെ കോഴിക്കോടാക്കിയവരിൽ എഴുത്തുകാരും കലാസ്നേഹികളും രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരുമൊക്കെ ഉണ്ടായിരുന്നു. വിസ്മൃതിയിലാണ്ടുപോയ അവരിൽ പലരുടെയും ജീവിതരേഖയുടെ നേർക്കാഴ്ചയുമായി സ്മൃതി. കനോലി കനാലില്ലാത്ത ഒരു കോഴിക്കോടിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? മലബാർ കലക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കനോലിയെക്കുറിച്ചുള്ള ഈ ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് പത്രപ്രവർത്തകൻ KF ജോർജ്. ബ്രിട്ടീഷ് ഭരണകാലം. അന്ന് റോഡുകളും പാലങ്ങളും തീരെ കുറവായ 1940കളിൽ ചരക്കുഗതാഗതം പൂർണ്ണമായും ജലമാർഗമായിരുന്നു. അപ്പോഴാണ് കോരപ്പുഴയെയും കല്ലായിപ്പുഴയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കനാൽ നിർമ്മാണമെന്ന ആശയം കനോലിയുടെ മനസ്സിൽ ഉദിച്ചത്. എലത്തൂർ കല്ലായി എന്നതിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് EK കനാൽ എന്നാണ് ഈ കനാലിന്റെ ഔദ്യോഗിക നാമം. 11.4 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കനാൽ നിർമ്മാണത്തിന്റെ രൂപരേഖ 1845 കനോലി ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ചു. അടുത്ത വർഷം അനുമതി കിട്ടിയ ഉടനെ പണിയും തുടങ്ങി. തൂമ്പയും കമ്പിപ്പാരയും പിക്കാസുമൊക്കെയായി ജനങ്ങൾ കനാൽ പണിക്കിറങ്ങി. സുഭിക്ഷമായ സദ്യയായിരുന്നു കനാൽ നിർമ്മാണക്കാർക്ക് കിട്ടിയ പ്രതിഫലമെന്ന് പറയപ്പെടുന്നു. 1848 കനോലി കനാൽ നിർമ്മാണം പൂർത്തിയായി. ഉൾനാടുകളിൽ നിന്ന് നാളികേരവും വെളിച്ചെണ്ണയും കിഴങ്ങുവർഗ്ഗങ്ങളും നെല്ലുമെല്ലാം കോഴിക്കോട്ടങ്ങാടിയിലേക്ക് കനാൽ വഴി ഒഴുകിയെത്തി. തുറമുഖത്ത് കപ്പലിലെത്തുന്ന ചരക്കുകൾ ബേപ്പൂർ, കല്ലായി വഴി കോഴിക്കോട്ടെത്തി. ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തോണിയിലൂടെ കനാൽ വഴി തുറമുഖത്തെത്തിച്ച് വിദേശങ്ങളിലേക്ക് കയറ്റുമതി ആരംഭിച്ചു. കോരപ്പുഴയിൽ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്കുള്ള ജലഗതാഗത മാർഗവും ഇതോടെ തുറന്നു. കോഴിക്കോട് കൊടുങ്ങല്ലൂർ വിശാല ജലപാതയുടെ ഭാഗമായാണ് കനോലി ഈ കനാൽ നിർമ്മിച്ചത്. അങ്ങനെ കോഴിക്കോടിന്റെ വാണിജ്യ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള ഈ ജലഗതാഗത മാർഗമാണ് ഇപ്പോൾ മലിനജലവും ചണ്ടികളും ഒഴുക്കി കാടും പടലും പിടിച്ച് മൃതാവസ്ഥയിൽ കിടക്കുന്നത്. മഴക്കാലത്ത് പ്രളയജലം ഒഴുകിപ്പോകാൻ കോഴിക്കോടിനാശ്രയിക്കാൻ ഈ കനാൽ മാത്രമേയുള്ളൂ. കനോലി മനുഷ്യസ്നേഹിയായ മികച്ച ഭരണാധികാരിയായിരുന്നു. ലോകത്തെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തോട്ടമെന്നു പേര് കിട്ടിയ നിലമ്പൂരിലെ തേക്കുതോട്ടത്തിനു പിന്നിലും കനോലിയായിരുന്നു. മലബാറിന്റെ വികസനത്തിന് ഇത്രയധികം സംഭാവന നൽകിയ കനോലിയെ ഈസ്റ്റ് ഹില്ലിലെ കലക്ടറുടെ ബംഗ്ലാവിൽ വെച്ച് 1885 3 പേർ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഏറനാട്ടിലെ കലാപങ്ങൾ അടിച്ചമർത്താൻ കർശന നടപടികൾ സ്വീകരിച്ചതാണ് കനോലിയുടെ ജീവൻ അപകടത്തിലാവാൻ കാരണം. കൊല്ലപ്പെടുമ്പോൾ 49 വയസ്സു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. കനോലിയെ കോഴിക്കോട് കടപ്പുറത്തെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. പിന്നീട് പാർക്കായി മാറ്റിയപ്പോൾ അന്ത്യവിശ്രമ സ്ഥലത്ത് സ്ഥാപിച്ച ഫലകം നടക്കാവ് ഇംഗ്ലീഷ് പള്ളി സെമിത്തേരിയിലേക്ക് മാറ്റി. കനോലിയുടെ ഓർമ്മകൾ ഉണർത്തി ഇന്നും ആ ഫലകം നടക്കാവ് ഇംഗ്ലീഷ് പള്ളി സെമിത്തേരിയിലുണ്ട്. കോഴിക്കോടിന് സാഹിത്യനഗര പദവി കിട്ടിയതിനു പിന്നിൽ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. അവർ മനസ്സു തുറക്കുന്നു. എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ. നമ്മുടെ കോഴിക്കോട് നഗരത്തെ യുനെസ്കോ ഒരു സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിന്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും. കാൽനൂറ്റാണ്ട് മുമ്പ് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പറിച്ചു നടപ്പെട്ട ഒരാളെന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ മഹാനഗരം എനിക്ക് തന്ന ആനന്ദത്തിനും അനുഭൂതിക്കും ആലോചനകൾക്കും കണക്കില്ല. ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു നഗരഹൃദയത്തിൽ ഒരു എഴുത്തുകാരന്റെ പ്രതിമ പ്രധാനമായി നിൽക്കുന്നത് കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റു നഗരങ്ങളിൽ അന്തരിച്ച മഹാന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, രാജാക്കന്മാരെ, ചക്രവർത്തിമാരെ എല്ലാം പ്രതിമകളായി വാഴിക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് തന്റെ ദേശത്തിന്റെ കഥ പറഞ്ഞ, തന്റെ പട്ടണത്തെരുവിന്റെ കഥ പറഞ്ഞ മഹാനായ SK പൊറ്റക്കാട്ടിനെയാണ് പ്രതിമയായി അവരോധിച്ചത്. ഇതുതന്നെയാകണം യുനെസ്കോയെ പോലെ ഒരു ആഗോള സംഘടനയ്ക്ക് ഈ ഒരു ചെറുപട്ടണത്തെ ഇന്ത്യയിലെ തന്നെ ഏക സാഹിത്യ നഗരമായി തെരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് ഞാൻ കരുതുന്നു. നിരവധിയായ ഗ്രന്ഥശാലകൾ, ആകാശവാണി, മാതൃഭൂമി, മറ്റ് ഇതര മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഈ നഗരത്തിന്റെ ജീവനാഡികൾ പോലെ എത്രയോ കാലമായി സ്പന്ദിക്കുന്നു. ആ സ്പന്ദനത്തിൽ അലിഞ്ഞു ചേർന്ന് ഈ മഹാപ്രവാഹത്തിൽ ഒരു തുള്ളിയായി ഒഴുകുന്നതിൽ ഞാനും അഭിമാനിക്കുന്നു.
സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.